എൻ്റെ പേര് നീതുമോൾ ജെയിംസ് എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടയ്ക്ക എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുക എന്നുള്ളത്. അതിനുശേഷം എനിക്ക് പിന്നെ കൊറോണയുടെ ഇതെല്ലാം വന്ന് എനിക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിലും അവിടെ ഇവിടെയായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് UK ജോലി റെഡിയാകുകയും ഹസ്ബൻഡ് അങ്ങോട്ട് പോവുകയും അതിനുശേഷം എന്നെയും എൻ്റെ മക്കളെയും അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. 2023 ഹസ്ബൻഡിന് UK പോകാൻ സാധിച്ചത്. 2022 2023 ഞങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് 6 മാസമായിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല. 2019 തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ് മാതാവിനോട്. എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 2023 ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ വീണ്ടും ഓൺലൈനിൽ UK ചെന്നിട്ട് ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ 2019 തൊട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്, ഇതുവരെ എനിക്ക് സാധിച്ചു തന്നിട്ടില്ല. ഞാൻ ഈ 3 മാസം തീരുന്നതിനുള്ളിൽ എനിക്ക് ജോലി തന്നേ പറ്റൂന്ന് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പുറത്തിറങ്ങി ആരെയും സഹായിക്കാനൊന്നും സാധിക്കുകയില്ലായിരുന്നു. അതിനാൽ എനിക്കറിയാവുന്നവർക്കും ആരെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ മമ്മിയെ വിളിച്ച് ഇവിടെ അനാഥാലയത്തിലും അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണമെന്ന് ഞാൻ മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പല ഇൻ്റർവ്യൂകളിൽ പോവും, എല്ലാത്തിലും ഫെയിലായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ കുറേ ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനുകൾ അയച്ചു. പക്ഷേ ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധാ ഒരു ഇൻ്റർവ്യൂ ജയിക്കാത്ത എനിക്ക് ഈ ഗവൺമെൻറ് കിട്ടുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അമ്മയുടെ ഫോട്ടോയൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്, കൃപാസന അമ്മയുടെ. അപ്പം എന്നിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന എന്തിനാണെന്ന് ഓർത്ത് ഞാൻ ശരിക്കും ഫോട്ടോയെ നോക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു മെയിൽ വന്നു, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു, ഇവിടെ UK എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ ഗവൺമെൻറ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചുമ്മാ അങ്ങ് അയച്ചിരുന്നു, കിട്ടിയാൽ കിട്ടിയില്ല എന്നുള്ളത്. പക്ഷേ കിട്ടുകയില്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം, ഇനി അത് തരാനാണോ ബാക്കി എല്ലാത്തിനും എന്നെ ഇതിനാക്കി തോൽപ്പിച്ചെന്നുള്ളത്. പക്ഷേ എന്നാലും എനിക്ക് പറ്റുമോ, എന്നെയും കൊണ്ട് സാധിക്കുമല്ലെന്ന് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് ചുമ്മാ അതിന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് മാത്രമുള്ളതെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഓരോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ ഫെയിലായെന്ന് പറയുമ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും, എന്നെ ഫെയിലാക്കിയല്ലോ, മാതാവിനെയും കൊണ്ട് ഞാൻ പോയതാണല്ലോ. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തുമില്ല. എല്ലാത്തിനും പഠിച്ച് നല്ല ഇതായിട്ട് പോകും. അവിടെ ചെല്ലുമ്പം ഞങ്ങൾ വെയിൽസിലാണ്. പക്ഷേ അവിടുത്തെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരുമാതിരി വെൽഷ് അവിടുത്തെ ഭാഷ, അതും കൂടെ ചേർന്നൊരു ഇംഗ്ലീഷ്. എനിക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ കൂടുതലായിട്ടൊന്നും സാധാരണ മറ്റ് ഇൻ്റർവ്യൂസിന് പോകുന്ന പോലെ ഒന്നും പ്രിപ്പയർ ചെയ്തല്ല പോയത്. അന്ന് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ അവിടെ ചെന്നത് തന്നെ ലേറ്റായിട്ടാണ്. അന്ന് ഭയങ്കര ട്രാഫിക്കായിരുന്നു. എനിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ സാധിച്ചില്ല. അപ്പോഴേ ഞാൻ ഓർത്തു പോയി, ഫസ്റ്റ് കറക്റ്റ് സമയത്ത് എത്താതെ എങ്ങനെയാണ്, ആദ്യം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഇൻ്റർവ്യൂ ലേറ്റായിട്ടാണ് തുടങ്ങിയെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 10-80 പേരെങ്കിലും കാണും. അപ്പോഴേ എൻ്റെ ഫുൾ പ്രതീക്ഷ പോയി. ഇത്രയും പേരിൽ 2 പേരുള്ളതിൽ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ 80 പേരിൽ നിന്ന് ഞാൻ എങ്ങനെ വിജയിക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യം. ഞാൻ പിന്നെ അവിടെ ചെന്നു, പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയും പിന്നെ ജപമാല. എൻ്റെ കൂടെ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെ നിന്ന് ഞാൻ കയറുമ്പം ജപമാല ചെല്ലണം, എനിക്ക് ഇവർ പറയുന്ന ക്വസ്റ്റ്യൻസ് 1-2 എങ്കിലും എനിക്കൊന്ന് മനസ്സിലാക്കി അവർക്ക് ആൻസർ പറയാൻ എനിക്ക് സാധിക്കണമെന്നുള്ളത്. ചേച്ചി പറഞ്ഞു, ഞാൻ ജപമാല ചൊല്ലിയേക്കാം, നീ കയറിക്കോളാൻ പറഞ്ഞു. എന്നാലും ആ കയറുന്നോടെ സമയം വരെ ഞാൻ ജപമാല ചെല്ലുന്നുണ്ട്. എന്നാലും കിട്ടുമെന്നൊരു സ്വല്പം പോലും എനിക്ക് പ്രതീക്ഷയില്ല. എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് എന്തെങ്കിലും ഇടപെടട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്.
കറക്റ്റ് എല്ലാവരെയും വിളിച്ച് അവിടുത്തെ മാതാമ്മമാരാണ് വിളിക്കുന്നത്. എന്നെ മാത്രം കറക്റ്റ് വന്ന് വിളിച്ചു ഒരു മലയാളി ഇൻ്റർവ്യൂ ചെയ്യാൻ. വേറെ ഒരു മനുഷ്യരെ ഞാൻ കണ്ടില്ല അവിടെ മലയാളീസ്. എന്നെ കറക്റ്റ് വിളിച്ചു ഒരു മലയാളി വന്ന് വിളിച്ച് എന്നോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു. എന്താ എനിക്കറിയത്തില്ല അവിടെ നടന്നതെന്ന്. കറക്റ്റ് ഞാൻ എല്ലാത്തിൻ്റെയും ആൻസർ പറഞ്ഞു. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടുത്തെ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുന്ന 2 ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കയറുന്നതും അവിടെ ഒരു ഭയങ്കര പ്രകാശം, എന്തോ ഒരു മാതാവിനെ ശരിക്കും ഞാൻ കാണുന്നില്ല, എന്തോ ഒരു മുറിയിലേക്ക് കയറുന്നു, അവിടെ ഒരു ഭയങ്കര പ്രകാശം എന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛനെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ശരിക്കും അച്ഛൻ എന്തോ സംസാരിക്കാൻ വരുന്ന പോലെ അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ഇത് കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു, പക്ഷെ ഞാൻ എല്ലാം ആൻസർ ചെയ്യുന്നത് എനിക്കെന്തോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി എന്നുള്ളൊരു സന്തോഷമായിരുന്നു. എന്നാലും ഇത്രയും പേരുണ്ടല്ലോ, ജോലി എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു പിന്നെ ഒരു കൺഫ്യൂഷൻ വരുക. പക്ഷേ അന്ന് മനസ്സിൽ പറയുമോ നിനക്ക് കിട്ടി, നീ സന്തോഷിക്കുന്ന എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. എന്നിട്ട് 14 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത്. അന്ന് ഞാൻ മെയിലെടുത്ത് നോക്കിയപ്പം എനിക്ക് ഓഫർ ലെറ്ററാണ് വന്നേക്കുന്നത്. പക്ഷേ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അന്ന് എനിക്ക് കിട്ടിയെന്ന് തന്നെ എനിക്ക് ഉറപ്പ് മനസ്സ് വന്നു. ആ ജോലി കിട്ടിയെന്നുള്ള ആ മെയിൽ വന്നപ്പോൾ എനിക്ക് അത്രയും സന്തോഷം തോന്നിയില്ല. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാനിപ്പം ജോലി ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള ഒരു യോഗ്യത എനിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിന് ഉണ്ണീശോയ്ക്കും എനിക്ക് മാത്രം അറിയത്തുള്ള എൻ്റെ അവസ്ഥ. കാരണം അതുപോലെ മാതാവ് തന്നെ ഇറങ്ങി വന്ന് സഹായിച്ചെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതിന് എൻ്റെ മാതാവിന് ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ നേരത്തെ ഞായറാഴ്ചകളിലെല്ലാം കുർബാനകളിൽ പോകാനൊക്കെ എനിക്ക് ഒരു മടിയായിരുന്നു. ഓരോ കാരണം ഞാൻ തന്നെയായിട്ട് ഉണ്ടാക്കും. ഇന്ന് കൊച്ചു വഴക്ക, ഇന്ന് പോകണ്ട. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നമ്മുടെ ആവശ്യം അത്ര അത്യാവശ്യമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്. നമുക്ക് സാധാ ആവശ്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഇച്ചിരി വലിഞ്ഞു നിൽക്കും. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 2 പേർക്കും കൂടെ ജോലിയില്ലാതെ ഒരു രക്ഷയില്ലെന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും അതിനു മുമ്പ് എടുത്തെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോകുന്നത്. അത് കാരണം അത്ര നമ്മൾ പ്രാർത്ഥനയിലും പുണ്യപ്രവൃത്തി ചെയ്യാനും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. നമ്മുടെ സാഹചര്യം എത്രയ്ക്ക് മോശമാകുന്നു അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രയും അടുക്കുമ്പോൾ ദൈവം ഒരുപാട് നമ്മളോടും അടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശരിക്കും സ്വപ്നത്തിൽ അമ്മേനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യം കണ്ടത് ഇവിടുത്തെ ജോസഫ് അച്ഛനെയാണ്. അച്ഛൻ്റെ പ്രെയർ, ഞാൻ സാക്ഷ്യം, ഇതൊക്കെ ഞാൻ അതുപോലെ സാഹചര്യം മോശമായപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്. അല്ലേ ജസ്റ്റ് വന്ന് എടുത്തു പോയി. 2019 ഞാൻ വന്ന് എടുത്തു, പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നില്ല. അതുകാരണം എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത് ഉറപ്പായിട്ടും മാതാവ് സാധിച്ചു തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാവിന് ഞാൻ ഒരുപാട് നന്ദി, ഉണ്ണീശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച തൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞ വാക്കുകളിലും പറയുന്നുണ്ട്. കാരണം ഇതൊരു ദൈവാനുഭവം ആയതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് വാക്കുകളിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. രണ്ടാമത്തേത്, അത് ഇപ്പം നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ്. അതായത് ദൈവം ഇത് ഈശോ തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് ബോധ്യപ്പെടുത്തുന്ന തക്കവിധമുള്ള സാഹചര്യങ്ങൾ നിങ്ങളത് സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ ലേറ്റായിട്ട് വന്നു, അവിടെ പുറത്തൊരാളെ കണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നതും, പിന്നെ സാധാരണ 2 പേര് നിന്നിട്ട് കിട്ടാത്ത ജോലി 10-30ഓളം പേര് നിൽക്കുമ്പോൾ കിട്ടും. അപ്പോൾ അതായത് ഇതിൻ്റെ അർത്ഥം ദൈവം നിൻ്റെ കഴിവിനാലല്ല, ഇതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമാണ് എന്ന് ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ തക്ക വിധം അതൊരു ഉടമ്പടിയുടെ ഒരു ഇതാണ്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കതൊരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതും. അപ്പോൾ ഓരോ പ്രാവശ്യവും വേണമെങ്കിൽ ജോലി കിട്ടാതെ വരുമ്പോൾ, ഉടമ്പടി ഫലിക്കാതെ വരുമ്പോൾ ഇട്ടിട്ട് പോകാമെന്നൊരു മനോഭാവത്തിൽ നിന്ന് വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നുള്ളതും, ഒപ്പം ബഹുമാനപ്പെട്ട അച്ഛന് സ്വപ്നം കണ്ടതും, ഇതുമെല്ലാം നമ്മൾ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പലരെ പോലും നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ കാണാറില്ല. നമ്മുടെ ഏറ്റവും അടുത്തേക്ക് ജീവിത പങ്കാളിയോ മക്കളെ പോലും പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണാൻ നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു മാതാവിൻ്റെ ഒരു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ഈ അൾത്താരെയും മാതാവിനെയും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിറവും എല്ലാം സ്വപ്നം കാണുന്നത് അത് ഉടമ്പടിയുടെ അനുഭവവും സാന്നിധ്യമായിട്ടാണ് നമ്മൾ സാക്ഷ്യത്തിൽ വായിച്ചെടുക്കുന്നത്. ഇത് ഒരാളുടെ കാര്യമല്ല, അനേകം സാക്ഷ്യങ്ങളിലൂടെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്നും
ഒപ്പം ഒരുപാട് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനായിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് സഹായിക്കട്ടെ എന്ന്, ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.